ഇടുക്കിയിൽ പനി ബാധിച്ച് വന്ന ഒരു കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചിരിക്കുന്നു. എരണം കെട്ടവന്മാർ ഭരിക്കുന്ന നാട്ടിൽ എരണക്കേട് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ആ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ മന്ത്രിയോട് ചോദിക്കുമ്പോൾ, വകുപ്പ് തല മന്ത്രിയോട് ചോദിക്കുമ്പോൾ, ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി കാറിൽ കയറി പോകുന്ന വീരശൂര പരാക്രമിയായിട്ടുള്ള മന്ത്രി, താങ്കൾ കൊതിച്ചോറ് കൊടുക്കുന്നതിനെതിരെ അഭിപ്രായം പറഞ്ഞല്ലോ, താങ്കൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ താങ്കൾ ഘോരഘോരം പ്രസംഗിച്ചല്ലോ, അതായത് മുൻ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ താങ്കൾ വിമർശനങ്ങളോട് വിമർശനങ്ങളായിരുന്നു. ഇപ്പോൾ എന്തേ ആരോഗ്യ മേഖലയിൽ താങ്കൾ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതായത് പുതിയ ഒരു നിർദ്ദേശം കൂടി കൊടുത്തിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക്, അതായത് മെഡിക്കൽ കോളേജുകളിലുള്ള സർക്കാർ ജീവനക്കാർക്ക്. ബെഡ് ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഒരാളെ പോലും അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ബെഡ് എന്തായാലും ഒരു കാലത്തും മെഡിക്കൽ കോളേജ് പോലെയുള്ള അല്ലെ സർക്കാർ ആശുപത്രികൾ ഒന്നും തന്നെയും ഒരിക്കലും ബെഡ് ഒഴിവ് എന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബെഡ് ഒഴിവില്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും വളരെയധികം ഫണ്ട് സമാഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു സംഘം ആളുകളാണ്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും മുഴുവൻ മോശമാണെന്ന് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന് ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന നിങ്ങൾ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇപ്പോൾ ആ ഇൻഷുറൻസിനെ കുറിച്ച് യാതൊരു അനക്കവുമില്ല, വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സഹായിക്കാൻ വേണ്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആരോഗ്യ വകുപ്പും മന്ത്രിയും മുഖ്യമന്ത്രിയും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ബെഡില്ലെങ്കിൽ ചിലപ്പോൾ തറയിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഒക്കെ തന്നെ ഉണ്ടാകും. അതിനെ BJP എന്തായാലും വിമർശിക്കാൻ പോരരുത്. കാരണം നേരെ ചൊവ്വനെയുള്ള ഒരു ആശുപത്രിയോ ചികിത്സാ സംവിധാനമോ നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇടുക്കിയിലെ ആ കുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം. ആശുപത്രിയിൽ ഡോക്ടറില്ല, ചികിത്സ നിഷേധിച്ചിരിക്കുന്നു, മറ്റ് ആശുപത്രി തേടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ കൊട്ടിഘോഷിച്ച ആരോഗ്യവകുപ്പിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുളമായി കിടക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയോ അദ്ദേഹം ബഹുകേമനാണ്, മറ്റുള്ളവരെ പരിഹസിക്കാനും പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ വിമർശനങ്ങൾ നടത്തുവാനായിട്ട്. പക്ഷേ ഭരണത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കഴിവുകെട്ട ഒരു മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെന്നും, ഏറ്റവും കൂടുതൽ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മന്ത്രി ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി മുരളീധരൻ ആണെന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. അപ്പോ പൊതിച്ചോറ് കൊടുക്കുന്നതിന് അങ്ങേക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കൊടിതോരണങ്ങൾ കെട്ടിക്കൊണ്ട് യാതൊരു വാഹനങ്ങളോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആശുപത്രിയിലെ കോമ്പൗണ്ടിൽ കയറുവാൻ പാടില്ല എന്ന് പറഞ്ഞ താങ്കൾ ഇരട്ടത്താപ്പാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. താങ്കൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ കോൺഗ്രസിന്റെ സർവീസ് സംഘടനയായിട്ടുള്ള അവർ കൊടിയും തോരണങ്ങളും മാലയും ഒക്കെ ഇട്ട് താങ്കളെ സ്വീകരിക്കുന്ന ഗംഭീരമായിട്ടുള്ള, അതായത് മുദ്രാവാക്യം വിളിച്ച് ആശുപത്രിയിൽ സ്വീകരിച്ച് ആനയിക്കുന്ന, രാജാവിനെയൊക്കെ ആനയിക്കുന്ന പോലെ ആനയിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ താങ്കൾ ഇരട്ടത്താപ്പല്ലേ പറയുന്നത്? പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നതിനെ മുടക്കുന്ന രീതി. ഇത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം തന്ത്രശാലിയാണ്. അദ്ദേഹത്തോട് ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് DYFI അടക്കം കൊടുക്കുന്ന പൊതിച്ചോറ് കൊടുക്കുന്നതിനെതിരെ വകുപ്പ് മന്ത്രി തന്നെ ഒരു പരാമർശം നടത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ DYFI നടത്തുന്ന അത്തരം കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലായി. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുകയും നെഗറ്റീവ് മാർക്ക് വീഴാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ഒരു മണം മൂക്കിലെത്തുകയും ചെയ്തതോടെ അദ്ദേഹം നിലപാട് തിരുത്തുവാനായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രാഷ്ട്രീയ സംഘടനയോ മതസംഘടനയോ സാമുദായിക സംഘടനയോ നടത്തിയാൽ അതിനൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞു പോകുന്ന രീതി അത് ശരിയല്ല സാർ. താങ്കളുടെ അച്ഛന്റെ പേര് ഒരു മെഡിക്കൽ കോളേജിന് ഇടുവാനായിട്ടുള്ള വ്യഗ്രത കാണിക്കുന്ന താങ്കൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കൂടി ഒന്ന് പരിഗണിച്ചു പോകണം. കാരണം അങ്ങനെ പരിഗണിച്ചു പോയാൽ ഇത്തരം പരാമർശങ്ങളൊന്നും നടത്തില്ലല്ലോ അങ്ങ്. അപ്പൊ എന്തായാലും ഇവിടെ കരണ്ട് പോകുമ്പോൾ, അതായത് മേജർ ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ അരമണിക്കൂർ കരണ്ട് കട്ട് ഉണ്ടാകാം. ആ കരണ്ട് കട്ട് ഉള്ളപ്പോൾ ആ ഓപ്പറേഷൻ പകുതി കൊണ്ട് അങ്ങ് നിർത്തിവെക്കുകയോ അല്ലെ മാറ്റി വെക്കുകയോ ചെയ്തിട്ട് കരണ്ട് വരുമ്പോൾ തിരിച്ച് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന ലാഘവത്തോടെ
പറയുന്ന വിവരം കെട്ട ഒരു ആരോഗ്യമന്ത്രിയും നമുക്കുണ്ടായിരുന്നു എന്നുള്ള കാലം നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ചികിത്സ നിഷേധിക്കപ്പെടും. ഇവിടെ അടിയന്തര സാഹചര്യത്തിൽ ഒന്നും തന്നെയും ആശുപത്രികൾ ഉപകാരപ്പെടാത്ത സ്ഥിതി ഉണ്ടാകും. ഇവിടെ ഇനിയിപ്പോ കിടത്തി ചികിത്സ തന്നെ ഇല്ലാതെയാകും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ എല്ലാം ആശ്രയിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ആരോഗ്യവകുപ്പ് മാറും. കാരണം അത്തരം മന്ത്രിയും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു പിഞ്ചു കുഞ്ഞിന് ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം UDFന്റെ വിസ്മയങ്ങൾ തീരുന്നില്ല. ടീം UDFന്റെ വിസ്മയങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പിക്ചർ അഭി ബാക്കി ഹെ ബായി എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.